മൃഗസ്നേഹി അമ്പിളിപ്രസാദും വഴിയിൽ നിന്ന് കിട്ടിയ പട്ടിക്കുട്ടിയും. നമുക്കൊക്കെ ഒരു ലൈക്കും കമൻറ്റും കിട്ടാൻ പാടുപെടുമ്പോൾ അമ്പിളിപ്രസാദിൻ്റെ വരികളിലൂടെ കൊഞ്ചി സംസാരിക്കുന്ന ഇവനും ഇവൻ്റെ അമ്മയായ അമ്പിളിപ്രസാദിനും ആയിരക്കണക്കിന് ഫോളോവേഴ്സും ലൈക്കും കമൻറ്റുകളുമാണ് എന്നും കിട്ടുന്നത്. ത്തിലൂടെ ഓടി നടന്ന് മീൻ പിടിച്ച് മാനിനെയും പിടിച്ച് നടന്ന ഞാൻ. അതൊക്കെ ഒരു കാലം. ഇപ്പോൾ ഒരു ആടിനെ വേട്ടയാടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. ഒന്നാം വനത്തിലെ കാഴ്ച കാണാൻ പാരഡി ഒന്ന് വായിച്ചു നോക്ക്. മുന്തിയ ഇനം പട്ടികളെ നോക്കി വാങ്ങുന്ന ഇക്കാലഘട്ടത്ത് റോഡിൽ നിന്ന് കിട്ടിയ നാടൻ പട്ടിക്കുട്ടിയെ വീട്ടിലുള്ളവരെല്ലാം കണ്ണിലെ കൃഷ്ണമണി പോൽ നോക്കണമെങ്കിൽ ഇവനെപ്പോൽ ഭാഗ്യവാൻ വേറെയുണ്ടോ? അവന് അവൻ്റെ അമ്മ അമ്പിളിപ്രസാദ് കൊച്ചുണ്ണിപ്രസാദ് എന്ന് പേരിട്ടു. അവൻ്റെ അമ്മയുടെ വാക്കുകളിലൂടെ കൊഞ്ചി പറഞ്ഞ് അത് കൊത്തുണ്ണിപ്രസാദായി മാറി. കൊത്തുണ്ണിപ്രസാദിന് ആരാധകർ ഏറെയാണ്. അവൻ ഹിമാലയത്തിൽ നിന്ന് വന്ന കരടിയാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന രീതിയിലുള്ള പോസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നു. അത് അവൻ്റെ ആരാധകർ അംഗീകരിച്ചു കൊടുത്തു. അവൻ്റെ കുസൃതികൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള പോസ്റ്റ് ഇടുന്നതിൽ അവൻ്റെ അമ്മ അമ്പിളിപ്രസാദ് വിജയിച്ചു. അവൻ്റെ കുസൃതികൾക്കും കൊഞ്ചി വർത്താനം പറയുന്ന പോസ്റ്റുകൾക്കും ആരാധകർ കൂടി വന്നു. കൊത്തുണ്ണി വളർന്നു. ഇപ്പോൾ പ്രേമലേഖനങ്ങളുടെ ഘോഷയാത്രയാണ്.